നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 27-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 15-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. നക്ഷത്രങ്ങളിൽ വളരെ ശുഭനക്ഷത്രമാണ് അവിട്ട നക്ഷത്രം. വളരെ ഐശ്വര്യത്തെ കൊടുക്കുന്ന നക്ഷത്രമാണ് അവിട്ടം. അപ്പോൾ അവിട്ട നക്ഷത്രം ആണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അവിട്ട നക്ഷത്രം വ്യാഴാഴ്ച. അപ്പോൾ ദിവസം നല്ല ദിവസം, ഗുരുവിൻ്റെ ദിവസം. ഗുരു എല്ലാം അറിഞ്ഞു തരുന്ന ആളാണ് ഗുരു. അപ്പോൾ ഗുരു തന്നാൽ എല്ലാം തരും. ഗുരുവിൻ്റെ ദിവസമാണ്. ആ ഗുരുവിൻ്റെ ദിവസമായ ഇന്ന് ശരിക്ക് അവിട്ട നക്ഷത്രവും വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ശുഭകാര്യത്തിനും ഇന്ന് ഇറങ്ങാം. ഒരു ദിവസവും മാറ്റി വയ്ക്കേണ്ടതില്ല. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും. അതേപോലെ തന്നെ നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലം നമുക്ക് ചിന്തിക്കുമ്പോൾ, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ഒരു കുംഭമാസത്തിലെ അവിട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. കാരണം സാമ്പത്തിക നേട്ടം വരും. ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായ വിജയം ഉണ്ടാവും. അതുപോലെ റിയൽ എസ്റ്റേറ്റ് അതുപോലെ ഉള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ സന്തോഷപ്രദമായ അവസ്ഥ ഉണ്ടാവും. ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളിന് ഉദ്യോഗ കയറ്റം കിട്ടും. അതുപോലെ ബിസിനസ് നടത്തുന്നവർക്ക് പ്രതീക്ഷിക്കാതെ ബിസിനസ് വിജയം ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് കിട്ടാതിരിക്കുന്ന ധനം വരെ വന്നു ചേരുമെന്നാണ്. അത്രയ്ക്ക് അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. അപ്പോൾ നമുക്ക് പേടിക്കത്തക്കുന്ന ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു പേടിയും വേണ്ട. എത്ര സമയദോഷമാണെങ്കിലും നിങ്ങൾക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്തു തരും. അതേപോലെ തന്നെ ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കി പോകുമ്പോൾ, ഇന്ന് നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ, ഇന്നത്തെ ദിവസം യാത്ര തിരിക്കുമ്പോൾ രാഹുകാലത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. രാഹുകാല സമയം, നമ്മളൊരു സമയത്ത് യാത്ര തിരിക്കുമ്പോൾ സർപ്പത്തിൻ്റെ, രാഹു എന്ന് പറഞ്ഞാൽ പാമ്പാണ്. പാമ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ചുറ്റിക്കും. അതുകൊണ്ട് രാഹുകാല സമയം നമ്മൾ കലണ്ടർ നോക്കിയിട്ടാണ് ആളുകൾ പലരും രാഹുകാലം നോക്കുന്നവർ പോണത്. അത് ശരിക്ക് 1:30 മണി മുതൽ 3 മണി വരെ എന്ന കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 2 മണി 6 മിനിറ്റ് തൊട്ടാണ് രാഹുകാലം സ്റ്റാർട്ട് ചെയ്യുന്നത്. രാഹുകാല സമയം ശരിക്കും 3 മണി 34 മിനിറ്റ് വരെ ഉണ്ട്. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു കാര്യത്തിനും എടുക്കരുത്. അതിൽ ഗുളികകാല സമയം വരുന്നത് 9:40 തൊട്ട് 11:09 മണി വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 6:43 തൊട്ട് 8:12 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. അതേപോലെ തന്നെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:13 തൊട്ട് 1 മണി 1 മിനിറ്റ് വരെയാണ്. ഈ സമയം എന്ത് ശുഭകാര്യങ്ങൾക്കും, ഒന്നത് ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്, നമുക്ക് നല്ല കാര്യങ്ങൾക്ക് എടുക്കാം, അതിനുവേണ്ടി പേടിക്കേണ്ടതില്ല. എന്നാലും അഭിജിത്ത് മുഹൂർത്തത്തിൽ എടുക്കുമ്പോൾ നമുക്ക് മറ്റ് മുഹൂർത്തങ്ങളെക്കാൾ കുറച്ചുകൂടി ശക്തി മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. നല്ല ദിവസത്തിൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ശോഭനമായി കലാശിക്കും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രധാനമായിട്ട് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മഞ്ഞ കളർ വസ്ത്രം, മഞ്ഞ മിക്സായിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. കാരണം പ്രപഞ്ചത്തിൽ ഇന്നത്തെ ദിവസം ഭരിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ വ്യാഴമാണ്, ഗുരുവാണ്. അപ്പോൾ ഗുരു ഭരിക്കുന്ന ഈ ദിവസത്തിൽ ഗുരുവിന് അനുകൂലമായി നമ്മൾ നിൽക്കണം. ആ അനുകൂലമായി നിൽക്കുന്നതാണ് വസ്ത്രധാരണത്തിൽ വരെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ആ എനർജി, പ്രപഞ്ചത്തിൽ നിന്നുള്ള എനർജി നമ്മളിലേക്ക് സ്വീകരിക്കുകയും നമുക്ക് ഉന്മേഷവും ഉണർവും, നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയവും, പോകുന്ന കാര്യങ്ങൾക്ക് പോസിറ്റീവ് എനർജിയാൽ നമുക്ക് ആൾക്കാർക്ക് നമ്മളോട് വെറുപ്പ് തോന്നില്ല. ഇതിനൊക്കെ അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
നന്ദി, നമസ്കാരം.